ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത് ഒരു യക്ഷിയുടെ കഥയാണ്. കേവലം ഒരു പ്രേതകഥയല്ല, മറിച്ച് പ്രതികാരദാഹിയായി മാറിയ ഒരു സ്ത്രീയുടെ ദുരന്ത കഥ. തിരുവനന്തപുരം ജില്ലയിലെ പഞ്ചവൻകാട് എന്ന സ്ഥലത്ത് ആളുകളെ ഭയപ്പെടുത്തിക്കൊണ്ട് ചുറ്റി നടന്നിരുന്ന ദിവ്യ സൗന്ദര്യമുള്ള ഒരു രക്തദാഹി. അവൾ ഒരു യക്ഷിയായിരുന്നു. അവളുടെ പേര് നീലി. പിന്നീട് അവളൊരു ദേവതയായി മാറിയെന്നാണ് പറയപ്പെടുന്നത്. ഈ കഥ തുടങ്ങുന്നത് 9-ാം നൂറ്റാണ്ടിലാണ്. അന്നത്തെ പക്കണ്ണൂർ എന്ന സ്ഥലത്ത് ജീവിച്ചിരുന്ന ഒരു ദേവദാസിയായിരുന്ന കാർവേണി അമ്മയുടെ മകളായിരുന്നു അല്ലി. മുട്ടുവരെ നീണ്ട മുടിയും വിടർന്ന കണ്ണുകളും ആകർഷകമായ സൗന്ദര്യവും അവൾക്കുണ്ടായിരുന്നു. അല്ലി പ്രാദേശിക ശിവക്ഷേത്രത്തിലെ പൂജാരിയായ നമ്പിയെ പ്രണയിച്ച് വിവാഹം കഴിച്ചു. എന്നാൽ അവളുടെ പണത്തിന് വേണ്ടി മാത്രമാണ് നമ്പി അവളെ വിവാഹം കഴിച്ചത്. നമ്പി മറ്റ് സ്ത്രീകളുമായി ബന്ധം പുലർത്തി അവളെ പതിവായി വഞ്ചിച്ചു. മരുമകന്റെ ഈ സ്വഭാവത്തിൽ വെറുപ്പ് തോന്നിയ കാർവേണി അമ്മ നമ്പിയെ വീട്ടിൽ നിന്ന് പുറത്താക്കി. ഗർഭിണിയായ അല്ലി അവനെ പിന്തുടർന്നു. വഴിയിൽ വെച്ച് അമ്പി അല്ലിയുടെ ആഭരണങ്ങൾ മോഷ്ടിക്കാനായി അവളെ ഒരു പാറയിൽ തലയിടിച്ചു. അല്ലിയെ തിരികെ കൊണ്ടുവരാൻ ഓടിയെത്തിയ അവളുടെ ഇളയ സഹോദരൻ അമ്പി സഹോദരിയുടെ മൃതദേഹം കണ്ടപ്പോൾ അതേ പാറയിൽ തലയിടിച്ച് ആത്മഹത്യ ചെയ്തു. എന്നാൽ നമ്പിയും പാമ്പുകടിയേറ്റ് കൊല്ലപ്പെട്ടു. ഈ ദുരന്തങ്ങൾക്ക് ശേഷം അമ്പിയും അല്ലിയും ചോളരാജാവിൻ്റെ മക്കളായ നിഴലും നീലിയുമായി പുനർജനിച്ചു. അവർ രാത്രികാലങ്ങളിൽ കന്നുകാലികളുടെ രക്തം കുടിച്ച് നാടിനെ ഭയപ്പെടുത്തി. ഇത് തൻ്റെ മക്കളാണെന്ന് തിരിച്ചറിഞ്ഞ ചോളരാജാവ് അവരെ കൊല്ലാൻ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല. ഒടുവിൽ ചോളരാജ്യത്തിൻ്റെ തെക്കേ അതിർത്തിയായ നാഗർകോവിലിനടുത്ത് പഞ്ചവൻ കാട്ടിൽ അവരെ ഉപേക്ഷിച്ചു. പഴയന്നൂർ ഗ്രാമം അവരുടെ താവളമായി മാറി. 70 ഊരന്മാർ നാഗർകോവിലിൽ നിന്ന് ഒരു മന്ത്രവാദിയായ നമ്പിയെ കൊണ്ടുവന്നു. അദ്ദേഹത്തിന് നീലനെ കൊല്ലാൻ കഴിഞ്ഞെങ്കിലും നീലിയെ തടയാൻ കഴിഞ്ഞില്ല. നീലന്റെ മരണത്തിന് പ്രതികാരമായി നീലി നാഗർകോവിലിൽ വെച്ച് നമ്പിയെ കൊലപ്പെടുത്തി. അതേസമയം അല്ലിയുടെ ഭർത്താവായിരുന്ന നമ്പിയുടെ പുനർജന്മമായ ആനന്ദൻ ബിസിനസ് ആവശ്യങ്ങൾക്കായി പഞ്ചവൻകാട് വഴി മുസിരിസിലേക്ക് പോകാൻ ഒരുങ്ങുകയായിരുന്നു. മാന്ത്രിക വടി പിടിച്ചിരുന്നതിനാൽ നീലിക്ക് ആനന്ദനെ തൊടാൻ കഴിഞ്ഞില്ല. നീലി തന്നെ പിന്തുടരുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ ആനന്ദൻ ഓടി പഴയന്നൂർ ഗ്രാമത്തിലെത്തി. അവിടെ വെച്ച് ഒരു കുട്ടിയുമായി ഒരു സ്ത്രീയുടെ രൂപം സ്വീകരിച്ച നീലി താനാണ് ആനന്ദന്റെ ഭാര്യയെന്നും അവളുമായി വഴക്കിട്ട് അയാൾ ഓടിപ്പോവുകയാണെന്നും ഗ്രാമവാസികളെ വിശ്വസിപ്പിച്ചു. അവൾ നീലിയാണെന്ന് ആനന്ദൻ കരഞ്ഞു പറഞ്ഞെങ്കിലും ആരും വിശ്വസിച്ചില്ല. അവൻ എന്തെങ്കിലും സംഭവിച്ചാൽ എല്ലാ ഊരന്മാരും അവനോടൊപ്പം ആത്മഹത്യ ചെയ്യുമെന്ന് അവർ സത്യം ചെയ്തു. ആ രാത്രി നീലി ആനന്ദനെ കൊന്നു. പിറ്റേന്ന് രാവിലെ ആനന്ദൻ മരിച്ചതായി കണ്ടപ്പോൾ 70 ഊരന്മാരും തങ്ങളുടെ വാക്കു പാലിക്കാൻ തീയിൽ പ്രവേശിച്ചു. ആനന്ദനെയും തൻ്റെ സഹോദരന്റെ മരണത്തിന് കാരണക്കാരായ 70 ഊരന്മാരെയും കൊന്ന ശേഷം നീലി ഒരു കാഞ്ഞിരമരത്തിന്റെ ചുവട്ടിൽ താമസിക്കാൻ തുടങ്ങി. എന്നാൽ ചില പഴയ കഥകൾ പ്രകാരം നീലിയെ തടഞ്ഞു നിർത്താൻ കഴിഞ്ഞത് കടമറ്റത്ത് കത്തനാർക്കാണ്. അദ്ദേഹം അവളെ തളയ്ക്കുകയും പിന്നീട് ദയാലുവായ അമ്മ ദേവതയാകാൻ പ്രേരിപ്പിക്കുകയും ചെയ്തു. ഒരു സാധാരണ സ്ത്രീയിൽ നിന്ന് പ്രതികാരദാഹിയായ യക്ഷിയായും പിന്നീട് മാതൃദേവതയായി മാറിയ നീലിയുടെ കഥ ഇന്നും ഒരു ദുരൂഹതയായി അവശേഷിക്കുന്നു. ശാസ്ത്രത്തിന് വിശദീകരിക്കാൻ കഴിയാത്ത ഇത്തരം കഥകൾ ഇനിയുമുണ്ട്. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.